ശംശായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആത്മീയ ഭോജ്യത്തിൽ നാം ഇന്ന് വിചിന്തനം ചെയ്യുന്ന വിഷയം കടുക്കനിട്ടവൻ്റെ കിടുക്കാച്ചി സ്നേഹം. എൻ്റെ വാക്കല്ല കേട്ടോ, ഒരു പങ്കുവച്ച് പറഞ്ഞാൽ. അതുപോലെ തന്നെ വേറൊരുത്തൻ്റെ നാവിൽ നിന്ന് വീണ ഒരു കാര്യമാണ്. എൻ്റെ അളിയൻ ഭക്തനാണ്, ഒന്നിനു പകരം രണ്ടു കൊന്തയാണ് കഴുത്തെ കിടക്കുന്നത്, പക്ഷേ ചെയ്യുന്നതൊക്കെ തന്തയില്ലായ്മ. ആ വാക്ക ആ മനുഷ്യൻ ഉപയോഗിച്ചത്. അപ്പം അതിനകത്ത് ഒളിഞ്ഞു കിടക്കുന്ന വലിയ ഒരു സന്ദേശമുണ്ട്. അത് നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ തയ്യാറായാൽ നമ്മുടെ ജീവിതത്തെ കറതീർന്ന ഒരു ക്രിസ്തീയ ജീവിതമാക്കാൻ നമുക്ക് പറ്റും. ഈ പങ്കൊച്ചിനോട് ഞാൻ ചോദിച്ചു, എനിക്ക് ആ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നത് കൊണ്ട് അപ്പോൾ അവളെ ഇഷ്ടപ്പെടുന്ന ചെറുക്കനെ കൊണ്ടുവന്നാണ്. അന്ന് ഞാൻ പറഞ്ഞില്ല, പക്ഷേ പിന്നീട് ഞാൻ അവളോട് ചോദിച്ചു, ഈ വേട്ടാവളിയെ നീ എവിടെ നിന്ന് കണ്ടുപിടിച്ചതാണ്? കാരണം ഞാൻ നോക്കുമ്പോൾ അവൻ്റെ കോലം, അവൻ്റെ ഷേപ്പ്, കടുക്കനും ഒക്കെ ഇട്ട് അങ്ങനത്തെ ചില കാര്യങ്ങളൊക്കെ കണ്ടിട്ട് എനിക്കിഷ്ടപ്പെട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, ഈ വേട്ടാവളിനെ നീ എവിടെ നിന്ന് കണ്ടുപിടിച്ചു? മറുപടിയായിട്ട് അവൾ പറഞ്ഞത് എന്നെ സ്പർശിച്ചു. അച്ഛാ, കടുക്കനിട്ടവനാണെങ്കിലും അവൻ്റെ സ്നേഹം നല്ല കിടുക്കാച്ചി സ്നേഹമാണ്. അതെനിക്ക് മനസ്സിലാക്കാൻ പറ്റി. അതുകൊണ്ടാണ് പലരും പല കമൻറ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞെങ്കിലും ഞാൻ അവനെ വിടാൻ നിൽക്കുന്നത് അതുകൊണ്ടാണ്. എനിക്ക് ആ വ്യക്തിയുടെ സ്നേഹം, കറതീർന്ന സ്നേഹം, അതാണ് അവളെ ആകർഷിച്ചത്. മറ്റേ വ്യക്തി രണ്ട് വന്തയും വേണേൽ ഒരു വെന്തിങ്ങും കൂടെ അതിൻ്റെ കൂടെ ഇട്ടേക്കാം. പക്ഷെ ചെയ്യുന്ന പ്രവൃത്തി ഇങ്ങനത്തെ കാര്യങ്ങളാണെങ്കിൽ നമ്മുടെ വിശ്വാസത്തിനോ അല്ലെങ്കിൽ സ്നേഹത്തിനോ സാമാന്യ മര്യാദയ്ക്കോ നിരക്കാത്ത കാര്യങ്ങളാണ് ചെയ്തു കൂട്ടുന്നതെങ്കിൽ ആ പറഞ്ഞതിനകത്ത് തന്നെ സംശയം. വലിയ ഭക്തനെന്ന് ഭാവിക്കുന്നു, ചെയ്യുന്നതൊക്കെ തന്തയില്ലായ്മ. അങ്ങനെ ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് ഒരു കാരണവശാലും നമുക്കുണ്ടാകരുത് എന്നുള്ളത് കർത്താവ് വചനത്തിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. നമുക്ക് ഈ സംഭവങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് ആദ്യമായിട്ട് നമ്മൾ ചിന്തിക്കുന്നത്, ദൈവത്തിനും മനുഷ്യർക്കും പ്രീതികരമാകുന്ന ചില അവസ്ഥകൾ അത് നമുക്ക് കാണാൻ പറ്റും. യേശുവിലേക്ക് നോക്കിയാൽ നമ്മൾ കാണുന്നുണ്ട്, പിതാവായ ദൈവത്തിന് പ്രീതികരമായി ജീവിച്ചൊരു വ്യക്തി, മനുഷ്യർക്കും പ്രീതികരമായിട്ട് ജീവിച്ച ഒരു വ്യക്തി എന്ന് യേശുവിനെക്കുറിച്ച് നമുക്ക് പറയാൻ പറ്റും. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം അതിൻ്റെ 35. കറതീർന്ന പരസ്പര സ്നേഹം. ആ സ്നേഹമുള്ളവരെ കണ്ടിട്ട് മറ്റുള്ളവർ പറയണം ഇവർ ക്രിസ്ത്യാനികളാണെന്ന്. ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ സ്നേഹത്തിൻ്റെ ഉടമയായി മാറുമ്പോഴാണ് ദൈവത്തിൻ്റെ മുമ്പിൽ നമുക്കൊരു സ്ഥാനമുണ്ടാവുക, അതുപോലെ മനുഷ്യരുടെ കണ്ണുകളിൽ നമുക്ക് വിലയുണ്ടാവുക, സ്വീകാര്യത ഉണ്ടാവുക എന്ന് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. പ്രഭാഷകൻ 25 1-ാമത്തെ വചനം എടുക്കുമ്പോൾ ദൈവത്തിനും മനുഷ്യർക്കും പ്രീതികരമാകുന്ന 2-3 കാര്യങ്ങളെക്കുറിച്ച് അവിടെ പറഞ്ഞിട്ടുണ്ട് ഈ ഒറ്റ വചനത്തിൽ. പ്രഭാഷകൻ 25 1-ാമത്തെ വചനം, കർത്താവിൻ്റെയും മനുഷ്യരുടെയും ദൃഷ്ടിയിൽ മനോഹരമായവ എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ വചനം ഏതൊക്കെയാണ്? സഹോദരന്മാർക്ക് തമ്മിലുള്ള യോജിപ്പ്. ഒരേ കുടുംബത്തിൽ സഹോദരന്മാർ പരസ്പരം യോജിപ്പിൽ കഴിയുന്നത്. എനിക്കറിയാം, പല കുടുംബങ്ങളിൽ അവരുടെ ബിസിനസ് തഴച്ചു വളരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവർ തന്നെ പറയുന്നുണ്ട്, ഞങ്ങൾ സഹോദരന്മാർ 4 പേര് ഒറ്റക്കെട്ടായിട്ട് നിന്നാണ് ഈ ബിസിനസ് മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അങ്ങനെ സഹോദരന്മാർക്ക് തമ്മിലുള്ള യോജിപ്പ്. രണ്ടാമത്തെ കാര്യം, അയൽക്കാർക്ക് തമ്മിലുള്ള സൗഹൃദം. നല്ല കറതീർന്ന സ്നേഹത്തോടു കൂടി ജീവിക്കുന്ന അയൽവാസികളെ ഞാൻ കണ്ടിട്ടുണ്ട്. അവർക്ക് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടോ പ്രയാസം വന്നാൽ അയൽക്കാർ അതറിഞ്ഞാൽ ഓടി വരും സഹായിക്കാൻ. വേറെ ചില സംഭവങ്ങൾ എനിക്കറിയാം, തൊട്ടടുത്ത് കിടക്കുന്നവനെ, തൊട്ട അയൽക്കാരനായിട്ട് ജീവിക്കുന്നവനെ കണ്ണിന് കണ്ടുകൂടാ. അവനാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ശത്രു. ഇനി അവിടെയെല്ലാം വിജയം വരിക്കുന്നത് സാത്താനാണ്, നഷ്ടം വരുന്നത് നമുക്കാണ്. ദൈവത്തിനും മനുഷ്യർക്കും പ്രീതികരമായ ഇരുവരുടെയും കണ്ണുകളിൽ മനോഹരമായ ഒരു കാര്യമാണ് അയൽക്കാർക്ക് തമ്മിലുള്ള സൗഹൃദം. മൂന്നാമത്തേതാണ് ഭാര്യ ഭർത്താക്കന്മാർക്ക് പരസ്പരമുള്ള ലയം. എന്തെല്ലാം ന്യായങ്ങൾ പറഞ്ഞും നിസ്സാര കാര്യങ്ങളൊക്കെ പറഞ്ഞും വഴക്കടിച്ചും അങ്ങനെ ഈ ഒരു കാര്യത്തിൽ നിന്നും വിട്ടുനിൽക്കുന്ന ദമ്പതിമാരെ കാണാൻ പറ്റും. ഭാര്യ ഭർത്താക്കന്മാർക്ക് പരസ്പരമുള്ള ലയം അത് ദൈവത്തിന് പ്രീതികരമായ ഒരു കാര്യമാണ്. അതുപോലെ തന്നെ മനുഷ്യർക്ക് അതുമൂലം ഒരുപാട് നന്മ വരും എന്നുള്ളത് നാം തിരിച്ചറിയേണ്ട കാര്യങ്ങളാണ്. ലൂക്കാ 2:52 നമുക്കറിയാമല്ലോ, യേശു വളർന്നത് ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വന്നു എന്നുള്ളത് ഈ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കാം. പ്രായത്തിൽ മാത്രമല്ല, ജ്ഞാനത്തിലും അവൻ വളർന്നുകൊണ്ടിരുന്നു. അത് തന്നെ ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായം 19-ാമത്തെ വചനം കൂടി എടുത്താൽ, വാക്കിലും പ്രവൃത്തിയിലും ശക്തനായ ഒരു പ്രവാചകനായിരുന്നു യേശു ക്രിസ്തു എന്നുള്ളത് വചനം നമ്മെ ഓർമ്മിപ്പിക്കുക. മോശയെക്കുറിച്ച് പറയുന്ന ഒരു കാര്യം പ്രഭാഷകൻ 45-ന്റെ 1-ാമത്തെ വചനം എടുത്താൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, മോശ ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിക്ക് പാത്രമായി. ദൈവത്തിന് മാത്രമല്ല, മനുഷ്യരുടെയും. ചിലർ ഭയങ്കര പ്രാർത്ഥനക്കാരാണ്, ഭയങ്കര ആത്മീയതയെന്ന് നടിക്കുന്നവരാണ്, ഒറ്റ മനുഷ്യർ അവരെ കണ്ണിന് കണ്ടുകൂടാ. അതല്ല നമുക്കുണ്ടായിരിക്കേണ്ട ആത്മീയത എന്നുള്ളത് നാം തിരിച്ചറിയണം.
സുഭാഷിതങ്ങൾ 3-ാം അധ്യായം 3-4 വചനങ്ങൾ എടുക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, കരുണയും വിശ്വസ്തതയും ദൈവത്തിൻ്റെതാണ്. ദൈവത്തിനും മനുഷ്യർക്കും ഒരുപോലെ സ്വീകാര്യമായ മനോഹരമായ 2 കാര്യങ്ങളാണ് കരുണയും വിശ്വസ്തതയും. ഇത് രണ്ടും നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഒരുപാട് നമുക്ക് നേട്ടം കൈവരും എന്നുള്ളത് ഈ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. രണ്ടാമതായിട്ട് നമ്മൾ ചിന്തിക്കുന്നത്, കൊന്തയിട്ടാൽ ദൈവത്തിന് നമ്മളൊക്കെ പ്രിയങ്കരാകുമോ? ആകുമായിരുന്നെങ്കിൽ ആ അടിയനെക്കുറിച്ച് അങ്ങനെ ഒരു സംസാരം ഉണ്ടാകേണ്ടതില്ലായിരുന്നു. യെരമ്യാ 12:2 പറഞ്ഞിട്ടുണ്ട്, ഇസ്രായേൽക്കാരെ കുറ്റപ്പെടുത്തി കർത്താവ് പറയാണ്, അവരുടെ നാവിൽ ഞാനുണ്ട്, അധരത്തിൽ ഞാനുണ്ട്, പക്ഷെ ഹൃദയത്തിൽ ഞാനില്ല. അപ്പം നമ്മൾ ഈ സംസാരത്തിലുണ്ട്, പ്രവൃത്തിയിലേക്ക് വരുന്നില്ലെങ്കിൽ ഇതേ ആരോപണം ദൈവം നടത്താതിരിക്കുമോ? 1 സാമുവേൽ 16:7 വചനം പറയുന്നുണ്ട്, മനുഷ്യൻ ബാഹ്യഭാവം കണ്ട് വിധിക്കും, ദൈവം എപ്പോഴും നോക്കുന്നത് ആന്തരികതയിലേക്കാണ്, ഹൃദയഭാവത്തിലേക്കാണ്. അത് നമുക്കുണ്ടാകണം. സുഭാഷിതങ്ങൾ 26:23 വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, വേണമെങ്കിൽ നമുക്ക് മലിന ഹൃദയം ഉണ്ടാകാം, അത് മറച്ചു വെച്ചിട്ട് മധുര വാക്കുകൾ പറയും. ചിലരെ സംസാരിക്കുന്നത് കേട്ടാൽ അവരാണ് ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ സ്നേഹമുള്ളത് എന്ന് നമുക്ക് തോന്നിപ്പോകും. പക്ഷേ ഹൃദയം മലിനമായിരിക്കാം. നമ്മൾ ഈ സൗകര്യം നോക്കി സൗഹൃദം നടിക്കുന്നവരുണ്ടാകാം. അതുകൊണ്ട് വളരെ സൂക്ഷിക്കണം എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഗലാത്യർ 6:7 നമുക്കൊരിക്കലും ദൈവത്തെ കബളിപ്പിക്കാൻ പറ്റില്ല. പല മനുഷ്യരെയും കബളിപ്പിക്കാൻ പറ്റിയേക്കാം, ദൈവത്തെ നമുക്ക് ആർക്കും കബളിപ്പിക്കാൻ സാധ്യമല്ല. നമ്മളൊക്കെ സാധാരണ ശ്രദ്ധ വെക്കാറുള്ളത് ബാഹ്യമായ സൗന്ദര്യമാണോ ആന്തരിക സൗന്ദര്യമാണോ? 1 പത്രോസ് 3:3 മുതൽ വായിക്കുമ്പോൾ, ആന്തരിക സൗന്ദര്യം അതിനാണ് ദൈവം വിലമതിക്കുക. അതെങ്ങനെ ഉണ്ടാവും? ആത്മാവിനെ അണിയുമ്പോൾ. സൗമ്യവും ശാന്തവുമാകുന്ന ആത്മാവിനെ അണിഞ്ഞവർക്കാണ് ഈ സൗന്ദര്യം ഉണ്ടാവുക. അവസാനമായിട്ട് നമ്മൾ ചിന്തിക്കുന്നത്, അസാധാരണ സ്നേഹത്തിന് അസാധാരണ പ്രതിഫലം ദൈവം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഉൽപ്പത്തി 5:23 മുതൽ വായിക്കുമ്പോൾ, ഹെനോക്ക് 365 വർഷം ദൈവത്തിന് പ്രിയങ്കരനായി ജീവിച്ചു, പിന്നീട് അവനെ കണ്ടില്ല എന്ന് പറഞ്ഞാൽ അവൻ എടുക്കപ്പെട്ടു. അസാധാരണമായ സ്നേഹത്തിന് അസാധാരണമായ ഒരു പ്രതിഫലം ദൈവം നൽകുന്നത് കാണാൻ പറ്റും. വീണ്ടും ഉൽപ്പത്തി 22:16 വായിച്ചാൽ, അസാധാരണമായ ഒരു സ്നേഹപ്രകടനം നടത്തിയ വ്യക്തിയാണ് അബ്രാഹാം. തൻ്റെ ഏക മകനെ പോലും ബലി കഴിക്കാൻ തയ്യാറായി. അതുകൊണ്ട് ദൈവം വലിയൊരു വാഗ്ദാനം നടത്തുന്നത് കാണാൻ പറ്റും. നിന്നോട് ഞാൻ ശപഥം ചെയ്ത് പറയുന്നു, നിന്നെ ഞാൻ അനുഗ്രഹിക്കും. ഉൽപ്പത്തി 50:20, 1 മക്കബായർ 2:53 വചനം. ഇവിടെയെല്ലാം പഴയ നിയമത്തിലെ ജോസഫിനെ ദൈവം അവൻ്റെ ആത്യന്തികമായ ക്ഷമയ്ക്ക് സഹനം എടുക്കേണ്ടതുപോലെ എടുത്തതിനെല്ലാം ദൈവം വലിയ പ്രതിഫലം നൽകുന്നത് കാണാൻ പറ്റും. ഈ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കി ജീവിക്കുവാൻ വേണ്ട കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ഇതിൻ്റെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദവും നമുക്കിപ്പോൾ സ്വീകരിക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.